കേരളത്തിലെ എയിംസ് വരും, വന്നിരിക്കും എന്ന് പറഞ്ഞത് 2026 വരും എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. എയിംസ് വരും, ഇനി സമയമുണ്ട്, 2029 വരെ സമയമുണ്ട്. ഇനി ബാക്കി കൂടി കേൾക്കാം. നിർമ്മാണ പ്രവർത്തനമൊക്കെ തുടങ്ങി വെക്കുന്ന കണ്ടില്ലേ 2 മാസം അപ്പുറം ഇലക്ഷൻ ഉള്ളപ്പോൾ. ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ അവകാശമാണ് സർ. പക്ഷെ അത് ഞങ്ങൾ ചെയ്യുമെന്നല്ല പറയുന്നത്. നിങ്ങൾ ഇപ്പൊ സജ്ജമാകും. 2027 അല്ലെങ്കിൽ 28 അവരങ്ങനെ പലതും കാണിക്കും സാർ. എയിംസ് എപ്പോൾ വരും എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. 2027 അല്ലെങ്കിൽ 28 സാധ്യമാവട്ടെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വാഗ്ദാനം ആരാ മുന്നോട്ട് വെച്ചത്? അപ്പൊ 27 ചോദിക്കും എയിംസ് എപ്പോൾ വരും, 28 ചോദിക്കും എയിംസ് എപ്പോൾ വരും. ഞാൻ പറഞ്ഞതുപോലെ ഒരു വാഗ്ദാനം ആരാ മുന്നോട്ട് വെച്ചത്? എൻ്റെ ടേം അവസാനിച്ച് അടുത്ത തവണ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ച് വരുന്നതിന് മുമ്പ് കേരളത്തിൽ സർക്കാരുകൾ, ഇനി മാറി വരുന്ന സർക്കാരുണ്ടെങ്കിൽ അവര്, അതല്ല എവരാ വരുന്നതെങ്കിൽ അവര്, അതല്ല പുതിയ സർക്കാരാ വരുന്നതെങ്കിൽ അവര് സ്ഥലം എടുത്ത് തന്നാൽ ഇത് വരാതിരിക്കാൻ ഒരു കാരണവുമില്ല. ഇതിൽ കൂടുതൽ ഞാൻ ക്ലിയർ ആക്കണം. എല്ലാ മോന്മാരും അച്ഛന്മാരും കേൾക്കാൻ വേണ്ടിയിട്ടാ പറയണേ. ഇനി വയ്യ, മതിയായി. ഇനി വരണ സർക്കാർ സ്ഥലം കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തില്ലേലും കുഴപ്പമില്ല, വന്നാലും കുഴപ്പമില്ല, വന്നതിലും കുഴപ്പമില്ല. എന്നീ വാഗ്ദാനം കൊടുത്തു അന്ന് തൊട്ടിട്ട് തന്നെയാണ് എപ്പോൾ വരും. സ്ഥലം ഉണ്ടോ, സ്ഥലമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയൂല. ഇവര് പറയണു ഇതാ അപ്പൊ കല്ലിടും, മറ്റൊരു പറയണു ഇതാ എവിടെ കല്ലിടും, എവിടെ എയിംസ്. അദ്ദേഹത്തിന്റെ ടേം കഴിയണവരെ സാറെ ഞങ്ങളോട് ചോദിക്കും എയിംസ് എപ്പോൾ വരും. ഈ ഒരു ഡയലോഗിന് ഇനി മാറ്റില്ല. പക്ഷെ സുലാൻ ആക്കേണ്ട ഒരു സുലാൻ ആയിക്കോളി. ഇതിൽ കൂടുതൽ ഞാൻ ക്ലിയർ ആക്കണം. പിന്നെ അതിനെന്തിനാ നിങ്ങൾക്ക് സംശയം? എനിക്ക് സംശയമില്ല. മത്സരിക്കില്ല എന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരില്ല എന്നാ പറഞ്ഞത്. പക്ഷെ മത്സരിക്കാനും അവർക്ക് എന്നെ ജയിപ്പിക്കാനും മതിയായ കാരണങ്ങൾ വേറെ കാണും. എന്തായാലും അത് തീരുമാനമായിട്ട് എയിംസ് വന്നാലും ഇല്ലേലും സാറ് മത്സരിക്കണ്ടല്ലോ. ഇനി അത് നോക്കാൻ മതി. ഇതിന് സ്ഥലം കിട്ടിയാലേ ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്ഥലം കിട്ടാണ്ട് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എയിംസ് എപ്പോൾ വരും അതിൽ നമുക്ക് നിർത്താം. കബൂൽ. ശരി എന്നാ, നന്ദി, നമസ്കാരം.